ഇന്ന് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചരിത്രത്തിലെ പുതിയ ഒരു യുഗത്തിന് തുടക്കം കുറിക്കുന്നൊരു സുദിനമാണ്. ഇന്നീ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും നമ്മുടെ സ്വന്തം സ്ഥലങ്ങളിൽ കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി രക്തം ചിന്തിയും വിയർപ്പ് ചിന്തിയും നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ പ്രദേശത്തെ അവസാന വീടുകളിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ശതമാനം നൽകിയ ആളുകള് ഇന്നിരിക്കുന്ന കൂട്ടത്തിലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻപ് ഭാരതീയ ജനസംഘത്തിന്റെ മണ്ഡലം ചുമതലയിൽ പ്രവർത്തിച്ച ആളുകൾ വരെ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്: വികസിത കേരളം, വികസിത പാലക്കാട്. ആ ലക്ഷ്യത്തിന് വേണ്ടി, അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുൻപിൽ ധാരാളം വെല്ലുവിളികളുണ്ട്. ഈ പരിപാടിക്ക് വരുന്നതിന് തൊട്ടു മുൻപ് താഴെ നമ്മുടെ ബലിദാനികളായിട്ടുള്ള പാലക്കാട് ഈസ്റ്റ് ജില്ലയിലെ പ്രിയപ്പെട്ട നമ്മുടെ സഹപ്രവർത്തകന്മാരുടെ 18 പേരുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ 18 പേരും അവരുടെ ജീവിതം സമർപ്പിച്ചത് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ മുഴുവൻ ഗ്രാമാന്തരങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത്തരത്തിൽ 18 പേർ ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ 18,000 പേർ വരുന്ന ആളുകള് അവരുടെ ജീവിതം സമർപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ശതമാനം നൽകിക്കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തെ ഇന്ന് ഈ കാണുന്ന നിലയിൽ പാലക്കാടിന്റെ മണ്ണിൽ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ ഈ അവസ്ഥയിൽ നിന്ന് ഇനിയും ബഹുദൂരം നമുക്ക് മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മുൻപിൽ സമയം വളരെ കുറവാണ്. ആ ചെറിയ സമയം കൊണ്ട് നമുക്ക് എത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ളത് വലിയൊരു ലക്ഷ്യമാണ്. ആ വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന സമയത്ത് നമ്മെ മുന്നിൽ നിന്ന് നയിക്കുവാനായിട്ട്, നമുക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നതിനെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ കേരളത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിലും നടന്നുകൊണ്ട് ഒരൊറ്റ വാചകം മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ: മാറാത്തതിന് മാറും, വികസിത കേരളം. ഈ 2 കാര്യങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർഹതപ്പെട്ട വീടില്ലാത്ത ആളുകൾക്ക് വീട് എത്തിച്ചു കൊടുക്കുന്നതിന്, കുടിവെള്ളമില്ലാത്തവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന്, സർവ്വസാധാരണക്കാരന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് നമ്മെ നയിക്കുവാൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് നമുക്കൊത്തൊരുമിച്ച് നിന്നുകൊണ്ട് വികസിത പാലക്കാടിനെ സൃഷ്ടിക്കുന്നതിനായി അടുത്ത സംസ്ഥാന അധ്യക്ഷന്റെ 1 വർഷത്തെ യാത്ര കഴിഞ്ഞ് പൂർത്തിയായി ഇവിടെ വരുന്ന സമയത്ത് പാലക്കാട് ഈസ്റ്റ് ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കകത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ ഒരു സന്ദേശം വിളിച്ചോതുന്നതിന് വേണ്ടിയിട്ട് മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കകത്തും ഉണ്ടാവുമെന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുഖ്യ പ്രതിപക്ഷമായും ആ പഞ്ചായത്തുകൾ ഭരിക്കുന്ന തരത്തിലും മാറുമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ സംസ്ഥാന അധ്യക്ഷന് മുൻപിൽ ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പ് എന്ന് പറയുന്നത്. പാലക്കാട്ടുകാരുടെ ഉറപ്പ് എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായി താമര വിരിയിച്ച സമയത്ത് അതൊരു പാലക്കാട്ടുകാരനായ രാജേട്ടനിലൂടെ സാധ്യമായിട്ടുണ്ടെങ്കിൽ, പാലക്കാട് നഗരസഭാ ഭരണത്തിലൂടെ കേരളത്തിൽ ആദ്യത്തെ നഗരസഭാ ഭരണം സാധ്യമായിട്ടുണ്ടെങ്കിൽ, ഈ കേരളത്തിലെ ഏറ്റവും അധികം ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന ജില്ലയായി പാലക്കാട് ജില്ല മാറുമെന്നാണ് സംസ്ഥാന അധ്യക്ഷന് ഞങ്ങൾ നൽകുന്ന ഉറപ്പ് എന്ന് പറയുന്നത്. ഇത് പാലക്കാടിന്റെ ഉറപ്പാണ്. അത് പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈ കൺവെൻഷൻ കഴിയുന്നതോടൊപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷനോടൊപ്പം ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കൺവെൻഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നടന്ന എല്ലാ കൺവെൻഷനുകളിലും വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണം ഏറ്റുകൊണ്ടാണ് സംസ്ഥാന അധ്യക്ഷൻ പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത്
നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികൾ പെറ്റമ്മയുടെ ഉടുവസ്ത്രം കണക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ധീരജവാന്മാരായിട്ടുള്ള സഹോദരന്മാർ ഈ രാഷ്ട്രത്തിന് വേണ്ടി വലിയ രീതിയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസരത്തിൽ സംസ്ഥാന അധ്യക്ഷന് നൽകുന്ന ഉപഹാരങ്ങളും ഹാരാർപ്പണവും വാദ്യമേളങ്ങളും എല്ലാം സംസ്ഥാന അധ്യക്ഷന് ജില്ലാ ഘടകം നൽകിയ ഹാരം അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയ ബലിദാനികൾക്കാണ് ആ ഹാരം അർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നൽകിയ ഹാരം നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്കാണ് അദ്ദേഹം താഴെ സമർപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിലെ രാജ്യം വലിയ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, നമ്മൾ ഈ സമയത്ത് മറ്റു പരിപാടികളെല്ലാം ഇത്തരത്തിലുള്ള വാദ്യമേള ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു കൺവെൻഷൻ നടത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റ് ആർഭാടമായ പരിപാടികളെല്ലാം ഒഴിവാക്കണമെന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇവിടെ ഒരുക്കിയ സ്വീകരണങ്ങളെല്ലാം തന്നെ വളരെ വിനയപൂർവ്വം അതെല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു അവസ്ഥ ഇത്തരത്തിലായതുകൊണ്ടാണ്. അത് നിങ്ങളെല്ലാവരെയും ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു വികസിത പാലക്കാട് വികസിത കേരളം കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി വികസിത ഭാരതത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ശ്രീ ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സിംഗൻ സ്വീകരിക്കുന്നതാണ്. അടുത്തതായി വികസിത ഭാരതത്തിൽ വികസിത കേരളം സാധ്യമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്